ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈദ് ഉൽ ഫിത്തറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഗെറ്റ് റെഡി ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഖത്തിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് സ്കിൻ കെയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറേ നാളെ ഞാൻ ഇതേപോലത്തെ ഒരു ഗെറ്റ് റെഡി ആയിരുന്നു ഈ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു അലോവേര ജെല്ല് വെച്ചിട്ടാണ്. അതിന് ഭയങ്കര ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ്. വേഗത്തിൽ എന്തെങ്കിലും പറ്റിയ കുരുക്കളൊക്കെ വരുന്ന ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയൊക്കെ എടുക്കുന്നുള്ളൂ. അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറ് യൂഷ്വലി സൺസ്ക്രീനാണ്. പക്ഷേ ഇന്ന് ഞാൻ പ്ലമ്മിൻ്റെ ഈ ഒരു വൈറ്റമിൻ സി സിറം, ഈ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ ഇതുപോലെ ഒരു ചേച്ചിയുടെ യൂട്യൂബിൽ കണ്ടിട്ട് ഇഷ്ടമായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ബോട്ടിൽ മേടിച്ചതാണ്. ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു രാത്രിയും രാവിലെ അപ്ലൈ ചെയ്യാനാണ് പറയണേ. പക്ഷെ ഞാൻ അത്രയൊന്നും അപ്ലൈ ചെയ്യാറില്ല. പിന്നെ ഇത് ഞാൻ ഒരു 3 ഡ്രോപ്പോളാണ് യൂസ് ചെയ്യാറ്, അത്രേ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ മേടിച്ചിട്ടൊരു 2 മന്തായി തോന്നുന്നു. പിന്നെ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. നമ്മളിങ്ങനെ പുരട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇടുന്ന പോലൊന്നുമല്ല. ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. അടുത്തതായിട്ട് ഞാൻ ഡോക്ടർ ഷെത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഹൽദി ഹൈലൂറോണിക് ആസിഡിൻ്റെ. ഇത് കുഴപ്പമില്ല. ബാക്കി ഞാൻ ലാക്മേയുടെ ഒക്കെ യൂസ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത് അതിനില്ല. അതുകൊണ്ട് എനിക്കിത് കുഴപ്പമില്ലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ സണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിലൂടെ എനിക്ക് അത്ര ഒരു ഇതില്ല. കാരണം ഇതിട്ടാലും ലാക്മേ ഒന്നും ഇടുന്ന അത്ര എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇടുമ്പോൾ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റിൽ ഇതിനെയാണ് യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല. പക്ഷെ എനിക്കിപ്പോഴും ലാക്മേനെയാണ് ഇഷ്ടം. ലാക്മേയാണ് കേട്ടോ ഇഷ്ടം. ലാക്മേ വന്നിട്ട് ഇതിൻ്റെ അത്ര എക്സ്പെൻസീവ് അല്ല. ഇത് ഓൾമോസ്റ്റ് 500 സംതിങ് ആണ്. പിന്നെ അതുപോലെ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് നല്ലൊരു എന്താ പറയുക, ഇതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയാണ്. പക്ഷേ ഇതിപ്പോൾ മേടിച്ചാലും കൂടെ എൻ്റെ അനിയത്തിക്കൊക്കെ ഞാൻ ഇതാണ് മേടിച്ചു കൊടുത്തത്. അവൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഷെത്ത്. എന്നിട്ട് പുള്ളിക്കാരി 2ാമത് ഓർഡർ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുപോലെ എൻ്റെ ബോയ് ഫ്രണ്ടിന് ഞാൻ മേടിച്ചു കൊടുത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇനി അടുത്ത സൺസ്ക്രീൻ മേടിക്കാറായിട്ടുണ്ട്. പക്ഷെ അത് ഏത് ബ്രാൻഡ് മേടിക്കണമെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. ഈ സ്കിന്നിന് പറ്റിയ സൺസ്ക്രീൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റിൽ പറയാം. ഓക്കെ, സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇന്നലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാമ-എർത്തിൻ്റെ ഐവറി ഷെയ്ഡിൽ വരുന്ന ഫൗണ്ടേഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻപ് ഒരു ഫൗണ്ടേഷൻ വാങ്ങിയിട്ട് അത് അപ്ലൈ ചെയ്യുന്നൊരു വീഡിയോ ഇട്ട് കുറേ പേര് കമൻറ്റിൽ വന്നിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വെള്ളം ഒന്ന് മോയ്സ്ചർ ആഡ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ എൻ്റെ അത്യാവശ്യം കുറേ പേര് കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ആ ഫൗണ്ടേഷൻ സ്റ്റിൽ എനിക്ക് ഉപയോഗിക്കാനേ തോന്നുന്നില്ല. ഭയങ്കര ഡ്രൈ, ഒരു കേക്ക് പോലെയൊക്കെ ആയിട്ട് മുഖത്തിരിക്കും. അതെനിക്കിഷ്ടമായിട്ടില്ല. അപ്പോൾ കുറേ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ മാമ-എർത്ത് മേടിച്ചിട്ടുള്ളത്. ഞാൻ എന്തായാലും കുറച്ച് കയ്യിലോട്ട് പകർത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ പാച്ച് ടെസ്റ്റ് ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ മേടിക്കുമ്പോൾ എന്തായാലും പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാക്കിയോളൂ. പിന്നെ ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് നോക്കിയിട്ടൊന്നല്ല ഞാൻ മേടിച്ച്. കണ്ടപ്പോൾ ഇതെനിക്ക് റൈറ്റ് ആയിരിക്കും എന്ന് തോന്നിയിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായാലും സ്കിൻ കെയർ കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ. ഇവിടെയാണ് എനിക്ക് അങ്ങനത്തെ ആണല്ലോ. എനിക്ക് ഓയിലി, ഞാൻ ഫേസസ് കാനഡയുടെ ഒന്ന് നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഡ്രൈ സ്കിന്നിന് പറ്റിയതല്ല. അത് ഓൾറെഡി സ്കിൻ ഓയിലി ആയിട്ടുള്ളതിന് ഒന്നും കൂടെ ഓയിലി ആക്കും. കാരണം ഡ്രൈ സ്കിന്നുകാർക്കാണ് അത് കൂടുതൽ യൂസ് ആവുന്നത്. അപ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ അത് മേടിച്ചാലോ എന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ തോന്നി അതല്ല എനിക്ക് റൈറ്റ്. പിന്നെ കിട്ടിയതാണ് ഈ ഒരു മാമ-എർത്തിൻ്റെ. നമുക്ക് ഇതൊന്നും എന്തായാലും ഇട്ട് നോക്കിയിട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടോ, എൻ്റെ സ്കിന്നിന് പറ്റിയതാണോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഞാൻ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ രണ്ടും 2 കളറിലിരിക്കും. അപ്പോൾ ഇത് ഐവറി ഷെയ്ഡാണ് കേട്ടോ മേടിച്ച്. എൻ്റെ മറ്റേ പഫ് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചാണ് ഇപ്പോൾ തൽക്കാലം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്.
ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആക്ച്വലി കുറേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ടു. കാരണം ഞാൻ മുമ്പുള്ളതൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു കേക്കി ഒരു ടെക്സ്ചറായിട്ടാണ് അത് ഇരിക്കാറ്. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാനിങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെന്ന് പോലും ഫീൽ ചെയ്യുന്നില്ല. അത്രയും എൻ്റെ സ്കിന്നോട് യോജിച്ചിട്ടാണ് ഇരിക്കണേ. ഞാൻ കണ്ണാടിയിൽ നോക്കി വൈറ്റ് കാസ്റ്റ് ആയിട്ടൊന്നും ലാസ്റ്റ് ചെയ്യുന്നില്ല. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആകെ എനിക്ക് തോന്നുന്നു വേർക്കാതെ ഇരുന്നാൽ മതി. ഈ ചൂടത്ത് അത് പറ്റില്ല. സ്റ്റിൽ നിങ്ങൾക്ക് കാണാണ്ട് ഒരു ഗ്ലോ ഒക്കെ. അത് ഇതിൻ്റെ പ്രത്യേകതയാണ്. അത് ഗ്ലോ സിറം ഫൗണ്ടേഷനാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്ലോ. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും ഈ ഒരു ഫൗണ്ടേഷൻ മേടിച്ചോളൂ. മാമാർത്തിൻ്റെ ആണ്. ആക്ച്വലി മാമാർത്തിൻ്റെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. ഞാനിത് കുറേ റിവ്യൂസ് കണ്ടപ്പോൾ ഒന്ന് മേടിച്ചതാണ്. അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. കൺസീലറും വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. വൈറ്റമിൻ സി ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഡ്രൈ സ്കിൻ ഓയിലി സ്കിന്നുകാർക്ക്. നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണുന്നുണ്ടാവും, ഒരു ഗ്ലോ എൻ്റെ സ്കിന്നിൽ. അടുത്തതായിട്ട് നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഒരു നോമ്പ് തുറയുടെ പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാത്രമാണ് ഇത്രയും മേക്കപ്പ് ഇട്ട് വരാതിരിക്കാറില്ല. പക്ഷെ എന്തായാലും നമുക്കിടാം, രസമല്ലേ ഇതൊക്കെ. പിന്നെ ഇത് വന്നിട്ട് മാഴ്സിൻ്റെ ഐസ് കിറ്റ് എന്ന് പറയുന്നതാണ്. ഇതിനപ്പോൾ എനിക്കൊരു ഐലൈനർ പെൻസിലും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനെന്തായാലും അതെടുക്കുന്നില്ല. തൽക്കാലം ഈ ഒരു ഐബ്രോ കിറ്റ് യൂസ് ചെയ്തിട്ട് ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ദിവസം ഞാനൊന്ന് ജസ്റ്റ് ഷേവ് ചെയ്യാണ് ചെയ്തത്. ഷേവ് ചെയ്യാൻ പാടില്ല അവിടെ ശരിക്കും. കാരണം അത് വേഗത്തിൽ തന്നെ വളരും. പിന്നെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകേണ്ട സാഹചര്യങ്ങളിൽ എനിക്ക് ത്രെഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ ഒരു കൊളോസലിൻ്റെ ബോൾഡ് ലൈനർ എന്നുള്ള ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഐലൈനർ കുറച്ച് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യും. കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. ഇല്ല, ഉണ്ട്. ഇത് അപ്ലൈ ചെയ്യാൻ ഞാൻ താഴെയും കൂടെ കണ്ണെഴുതിയാൽ അതാവുമെന്ന് എനിക്കറിയില്ല. കുറേ കാലമായി ഞാൻ എഴുതിയിട്ട്. ഇതെല്ലാം നമുക്ക് ചുമ്മാ എഴുതി വെക്കാം. വെറൈറ്റി ആയിരിക്കട്ടെ. എന്നും മുകളിൽ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. ലൈനർ എഴുതി കൊടുത്തു. അടുത്തതായിട്ട് ഹിമാലയയുടെ ഈ ഒരു കാജലാണ്. ഇത് പണ്ട് തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന, പക്ഷെ ഇത് അധികം ലാസ്റ്റ് ചെയ്യില്ല. നമ്മൾ ഇട്ട ഉടനെ തന്നെ പരക്കും. എന്നാലും ഇതിൻ്റെ അത്ര കറുപ്പ് എനിക്ക് വേറെ കൺമഷിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനിത് എടുത്തിട്ടുണ്ട്. ഈ വെയിലത്ത് ഇതൊക്കെ ഇട്ട് ആകെ പരന്നു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും. അല്ല സാർ, നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടെഴുതി കഴിഞ്ഞു. ഇനി ഞാൻ ഇന്ന് തലയിൽ ഹെയർ എക്സ്റ്റൻഷൻ വെക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഹെയർ എക്സ്റ്റൻഷൻ ആകെ ചെട പിടിച്ചാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ എൻ്റെ മുടി കളർ ചെയ്ത കാരണം കൊണ്ട്. ഇപ്പം എൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ്റെ കളറ് പ്യുവർ ബ്ലാക്കാണ്. ഇത് വയ്ക്കുമ്പോൾ അപാകത അറിയും. അതുകൊണ്ട് നമുക്ക് പിന്നിടാം. ഓക്കെ, ആർട്ടിഫിഷ്യൽ ആയോ എന്ന് എനിക്കറിയില്ല. എന്നാലും മുടി പിന്നിട്ടിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ബ്ലഷ് ഞാൻ വിട്ടുപോയായിരുന്നു. ബ്ലഷ് എൻ്റെ കയ്യിൽ പൗഡറാണ്. എനിക്ക് ഒട്ടും ക്രീമിൻ്റെ ബ്ലഷ് ഒന്നും എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഈ ഒരു പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇയറിങ്സ് ഇട്ട് കൊടുക്കാം. ചെറുത് വേണോ വലുത് വേണോ എന്നൊരു ഡൗട്ടുണ്ട്. ഇട്ട് കൊടുത്താലോ? ഞാൻ ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഇപ്പോൾ ഇതാണ് ഇടാറ്. വേറെ ചെറുതാവല്ലേ? നമുക്ക് എന്തായാലും ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. എൻ്റെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. രണ്ടും മെയ്ബലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ഷെയ്ഡ്സ് ആണ് വരുന്നത്. അതിലൊന്ന് ന്യൂഡ് നോയിൻസും ഒന്ന് റെഡ് സെറിനേഡും. ദെൻ അതിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് നമുക്ക് റെഡ് സെറിനേഡ് അപ്ലൈ ചെയ്യാം. ഇനി